ഈ എവിടത്തെയോ അത് എവിടത്തെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതായത് അവളുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയാം. അതായത് മൗത്ത് തുപ്പും, തൂറിയിട്ട് എറിയും, അങ്ങനെയൊക്കെ പറയുന്നൊരു സ്ത്രീയാണ് കേട്ടോ. എന്താ പറയുക, ഇന്നലെയല്ല കുറച്ച് നാളായിട്ട് ആ വീഡിയോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സ്വയം അവൾ തന്നെ ഞാൻ സാമ്യമാണ്, സന്യാസിനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നാലെ കുറേ ആണുങ്ങൾ, യൂട്യൂബുകാർ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നാലെ ഓടുന്നുണ്ട്. അതിൽ കുറേ ആൾക്കാർ ഒരു കണ്ണൂരത്തെ ഒരു ചെക്കനെ അടുത്ത ചെക്കൻ നിങ്ങൾക്ക് പ്രാന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ അഭിപ്രായം ആ സ്ത്രീക്ക് പ്രാന്താണ്. പ്രാന്തുള്ള ആൾക്കാരിനെ പോയിട്ട് ഈ പിന്നാലെ പോയിട്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്നും കാണിക്കുന്നത് ശരിയല്ലല്ലോ. ആദ്യം ആ സ്ത്രീനെ നമ്മളാലാവുന്ന ഉപകാരം എന്ന് പറഞ്ഞാൽ ആ സ്ത്രീനെ ആശുപത്രിക്ക് കൊണ്ടുപോയിട്ട് എൻ്റെ മനോനില എന്താണെന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അതാണ് നമ്മളതൊന്ന് ചെയ്യേണ്ടത് ആദ്യമായിട്ട്. അല്ലെങ്കിൽ നമ്മളാലാവുന്ന സഹായം അവർ ജീവിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യണം. അല്ലാണ്ട് അതിൻ്റെ പിന്നാലെ പോയിട്ട് നിങ്ങൾ സാമ്യമാണോ സന്യാസിനി അത് എന്ന് വിളിച്ചിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ സന്യാസിമാരിനെ കൊണ്ടും പെണ്ണുങ്ങളെ കൊണ്ടും ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ തോന്നുന്നുണ്ട്. പൊറുതി മൂട്ടിയിട്ടിരിക്കുകയാണ് പല ജാതിയിലും. നുണയും പറഞ്ഞ് ഏതൊരു സന്യാസി വന്നാലും അതിൻ്റെ പിന്നാലെ ആൾക്കാർ പോകാൻ ആൾക്കാരുണ്ട്. അത് ഹിന്ദുവിലും മുസ്ലിമിലും ക്രിസ്ത്യനിലും ഇഷ്ടംപോലെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഒരു ദൈവമുണ്ട്, ഒരു ശക്തിയുണ്ട്, അതൊക്കെ ഏതൊക്കെയോ രൂപത്തിൽ, കാറ്റായിട്ടോ കടലായിട്ടോ അങ്ങനെ പല രൂപത്തിൽ ദൈവങ്ങളുള്ളത്. അല്ലാണ്ട് ഇങ്ങനെ മനുഷ്യരൂപത്തിലൊന്നും ദൈവമില്ല. നമ്മളൊക്കെ ജനിക്കുന്നതിന് അപ്പനും അമ്മ നിർബന്ധം, പക്ഷെ ജീവൻ തരാനായിട്ട് ഒരാളെന്തായാലും ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അല്ലെങ്കിൽ നമ്മളൊക്കെ മരിച്ചല്ലേ ജനിക്കുകയുള്ളൂ. അപ്പോൾ ആ സ്ത്രീനെ ഇങ്ങനെ എല്ലാവരും കൂടി പുകഴ്ത്തി അതിനെയും ഒരു സന്യാസിയായി ഒരു പ്രതിമ സൃഷ്ടിച്ച് ഒരു അമ്പലം കെട്ടി അങ്ങനെ ചെയ്യല്ലോ. കാരണം അതിനും പണിക്ക് പോകാണ്ട് കുറേ ആണുങ്ങൾ ഗുണ്ടകളായിട്ട് കൂടെ നിൽക്കാനുണ്ടാവും, ഉറപ്പ് എണ്ണങ്ങൾ. കാരണം അധ്വാനമില്ല, കണ്ടവരിൻ്റെ കാശ് കൊണ്ട് ജീവിക്കാറോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും ചെയ്യിക്കല്ലേ. ഇനി കേരളത്തിൽ അങ്ങനെയുള്ള ആൾക്കാരിനെ ഉണ്ടാക്കല്ലേ എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനൊരു സന്യാസികളുടെ അടുത്തേക്കും പോകാറില്ല, ഒരു ആൾ ദൈവങ്ങളുടെ അടുത്തേക്കും ഞാൻ ഇതുവരയ്ക്ക് പോയിട്ടില്ല. പിന്നെ ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട്. അമ്പലത്തിൽ പോയാലും ഞാൻ കാശിടാറില്ല. കാരണം പറഞ്ഞാൽ ദൈവത്തിന് കാശ് വേണ്ടല്ലോ. ദൈവത്തിന് ആകെ വേണ്ടത് എണ്ണയും തിരിയാണ് വേണ്ടത്, ചന്ദനത്തിരി ഇതൊക്കെ. അതും ഞാൻ വാങ്ങാറില്ല. നമ്മുടെ അത് തീർന്നിട്ടല്ലേ ദൈവങ്ങൾക്ക് കൊടുക്കണ്ടോ. അല്ലാണ്ട് ഓടിപ്പോയി ദൈവത്തിന് അത് ഞാൻ കൊടുക്കാറേ ഇല്ല. അപ്പോൾ അതുപോലെ എങ്ങനെയുള്ള ആൾ ദൈവങ്ങളെ വളർത്തി ഇതാക്കരുത്. സ്വപ്നത്തിൽ ആ സ്ത്രീൻ്റെ കൂടെ വന്ന് കിടന്നു, പരമശിവൻ വന്നിട്ട് ആ സ്ത്രീൻ്റെ കൂടെ വന്ന് കിടന്നു എന്നൊക്കെയാണ് അത് പറഞ്ഞത്. പ്രാന്തല്ലേ അപ്പോൾ അല്ലേ? നമ്മളും പലവിധ സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ സ്വപ്നങ്ങൾ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും കാലം വരെ. ആരും കണ്ടിട്ടുണ്ടാവില്ല. ഈ